എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആവണി സ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളാക്കി എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാട്ടോ നോക്കി നമ്മുടെ പുറകിലായിട്ട് ഒരുപാട് കൊങ്ങിണിപ്പൂക്കൾ ഇങ്ങനെ നിറച്ചിങ്ങനെ ചെറുതും വലുതായിട്ട് ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഈ ഒരു പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു കളറിൽ, അതായത് ഈ ഒരു കൊങ്ങിണിപ്പൂവിൻ്റെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല എടുത്ത് അറിയുന്ന ഒരു കളറും കൂടിയാണ്. കാരണം ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യം, നല്ല കളറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട്. അതേപോലെ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നില്ല, നമ്മൾ വേറെ എങ്ങോട്ടില്ല, നമ്മൾ നേരെ പറമ്പിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കും കേട്ടോ പറമ്പിലേക്ക്. അപ്പോൾ നമുക്ക് പറമ്പിൽ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ഈവനിങ് ടൈം ഏകദേശം ആവാനായി തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഒരു മേൽഭാഗത്തൊക്കെ നിറച്ച് കിളികളുടെ സമയത്ത് ചെറിയ ചെറിയ ബേഡ്സിൻ്റെ സമയം നല്ല രസമാണ്, ഒരു വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ്. പിന്നെ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പോകാനാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളിതാ ഈ റോട്ടിൽ കൂടിയാണ് നമുക്ക് നടന്ന് പോകാനുള്ള, കാരണം മേൽഭാഗത്താണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ബക്കറ്റൊക്കെ എടുത്തിട്ടാണോ നമ്മൾ പറമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു മാവ് ഉണ്ട്. ഈ ഒരു മാവൊക്കെ നന്നടിഞ്ഞ് പൂത്ത് നിൽക്കുകയാണ്. എനിക്ക് മേളിലൊക്കെ ആയിട്ട് നന്നടിഞ്ഞ മാവിൻ്റെ പൂക്കളൊക്കെ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ടൈമിലൊക്കെ ആട്ടോ മാവ് പൂക്കാറ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ മാവൊക്കെ പൂത്ത് മാങ്ങയായി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കിവിടെ ഈ ഒരു ടൈമിൽ ഇപ്പോൾ പൂത്ത് വരുന്നതേ ഉള്ളല്ല. അങ്ങനെ നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് കൈസ് ഒരു സംഭവം നമ്മുടെ കണ്ണിൽ ഉടക്കിയത്. വേറെ ഒന്നും കേട്ടോ, നല്ല ബുഷി സെറ്റപ്പിൽ ഒരാഴ്ച നന്നായി പടർന്ന് പന്തരിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു മരത്തിലിങ്ങനെ ഒരു സ്ഥാനം പിടിച്ചിരുന്നു. അപ്പോൾ സംഭവം വേറെ ഒന്നും കേട്ടോ, നമ്മുടെ ഇത്തിൽക്കണ്ണിയാണ്. അപ്പോൾ ഇത്തിൽക്കണ്ണി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയുണ്ടാവും. ഇത്തിൽക്കണ്ണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഏത് മരത്തിലാണോ പറ്റിപ്പിടിച്ച് വരുന്നത് ആ ഒരു മരത്തിൻ്റെ ആഹാരമൊക്കെ വലിച്ചെടുത്തിട്ട് ആശ നല്ല അടിപൊളിയായിട്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് വളർന്ന് പന്തൽ കിട്ടും. അതോടുകൂടി ഏത് മരത്തിലാണോ പറ്റിപ്പിടിച്ച് ആ ഒരു മരത്തിൻ്റെ വളവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതോടുകൂടി ആ ഒരു മരം എന്നേക്കുമായിട്ട് ഇല്ലാതെ കൂടുതലായിട്ട് പേര് ഇത്തിൽക്കണ്ണിയൊക്കെ പറ്റി പിടിച്ച് വളരാൻ സാധ്യതയുള്ളത് നമ്മുടെ നെല്ലിമരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ മരങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഏതൊരു മരത്തിൽ പറ്റി പിടിച്ചാലും നമ്മുടെ കണ്ണിൽ കണ്ടു കണ്ട ആ ഒരു ടൈമിൽ തന്നെ ഒന്നില്ലെങ്കിൽ ആ ഒരു കൊമ്പോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ നീക്കില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മരം നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. കാരണം അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്തിൽക്കണ്ണി പറ്റി പിടിച്ചത്. കുറേ പേർക്ക് അറിയണം, എന്നാൽ അറിയാതെ കുറച്ച് കൂട്ടുകാരെങ്കിലും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത്. അതേപോലെ നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് വേറൊരു മരത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചുള്ളൂ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അത്ര നിസ്സാരക്കാരനല്ല. അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ച് നേരം നടന്നതാ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കണം. അത് നമ്മുടെ പറമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ എന്ന് പറയുമ്പോൾ മെയിൻ പരിപാടി നോക്കി നന്നായിട്ട് കാന്താരി ഇങ്ങനെ നിറച്ചുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് മൂത്ത് നിൽക്കുന്ന ഒരു ടൈമാട്ടോ കാന്താരി. ഇപ്പോൾ പൊതുവേ കാന്താരിയുടെ സീസണല്ല, എന്നാലും നമുക്കിവിടെ നനയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരു 2-3-4 ചെടിയൊക്കെ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതിനൊക്കെ നന്നായിട്ട് കാന്താരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂത്ത് വളർന്ന എല്ലാ കാന്താരി നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. നോക്കി ഇവിടെയൊക്കെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്, പഴുക്കാനായി തുടങ്ങിയിട്ട് നന്നായിട്ട് മൂത്ത് നോക്കി പച്ചയും അതിൻ്റെ ഇടയിൽ കൂടെ നന്നായിട്ട് പഴുത്ത കളറും അതിൻ്റെ ഇടയിൽ കൂടെ മിക്സ്ഡ് ആയിട്ട് നല്ല ഫുൾ കളർഫുൾ ആയിട്ടാണ് നമ്മുടെ കാന്താരിൻ്റെ ഈ ഒരു ചെടി നിൽക്കുന്നത്. അതേപോലെ തന്നെ മൂത്ത് വളർന്ന 2 കാന്താരിയും അതേപോലെ തന്നെ നല്ല മോരൊക്കെ വെച്ചിട്ടുള്ള പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, നല്ലൊരു പ്രത്യേക ടേസ്റ്റിനായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ കാന്താരി അച്ചാറിടാം, അതേപോലെ തന്നെ ഉപ്പിലൊക്കെ ഇടാൻ അതൊക്കെ അടിപൊളിയായിരിക്കും. എന്നാലും നമുക്ക് ആദ്യം കുറച്ച് നന്നായിട്ട് മൂത്ത് നോക്കി പറിച്ചെടുക്കാം. നമ്മളെ കാന്താരി പറിച്ച് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ആവണിക്കുട്ടി കൂടി ഉണ്ട് കൂടെ. കിട്ടിയില്ലേ? എന്നാ പിടിച്ചോ. ഈ ഭാഗത്തേക്കൊക്കെ ഫുള്ള് പച്ചയാട്ടോ, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. പഴുത്തതാണെങ്കിലാണല്ലോ നമുക്ക് ചിലപ്പോൾ 2 തിരുമിന് അതൊക്കെ ഉടഞ്ഞ് ചിലപ്പോൾ പണി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ പച്ചയായതുകൊണ്ട് സേഫാണ്. അമ്മ പറിക്കാം, നീ പാത്രം തായോ. ഈ ഒരു കാന്താരിയുടെ ചെടി നമുക്ക് ഈ അടുത്തുണ്ടായിട്ടുള്ളതാണ്, ഒരുപാട് വർഷത്തെ പഴക്കമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കത് കൈ വയ്ക്കുമ്പോഴത്തേനും ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പോകും കേട്ടോ. ചെറിയ കമ്പുകളൊക്കെ ആണല്ലോ, ഒട്ടും മൂക്കാത്ത പുതിയ തൈയാണ് ഉണ്ടായിട്ടുള്ളത്. ഫുള്ള് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ കാന്താരി ചെടി ഒരുപാട് വർഷത്തെ പഴക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി ഹൈറ്റ് വെച്ചിട്ട് അങ്ങനെ പോയിട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് സാവധാനം ഇരുന്ന് പറിക്കണം. കാരണം താഴേക്കാട്ടോ കുറേ കമ്പുകൾ ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ കമ്പിലും നന്നായിട്ട് കാന്താരി കൂടി ഉണ്ടായതുകൊണ്ട് ആ ഒരു വെയിറ്റും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരുടെ ഒപ്പത്തിനൊപ്പാട്ടോ കാന്താരി ഉള്ളത്. അപ്പോൾ ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇങ്ങനെ മണ്ണിലേക്ക് മുട്ടി കിടക്കുകയാണേ. നമുക്ക് എന്തായാലും ആവശ്യത്തിന് കുറച്ചൊന്ന് പറിച്ചെടുക്കാം. ഇവിടെ അതിൻ്റെ പുറകിൽ നമ്മുടെ ആവണിക്കുട്ടിയും പറിക്കുന്നുണ്ട് കേട്ടോ കാന്താരി. അമ്പോ നല്ല മൂത്ത് വിളഞ്ഞ കാന്താരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കറിക്കായാലും അതുപോലെ തന്നെ തോരനിലൊക്കെ ഇടുകയാണെങ്കിൽ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട കേട്ടോ. ഒരു 2-3 ഇടുമ്പോഴത്തേനും നല്ല എരിവും ഉണ്ടാവും. ഇരിയില്ലേ? നീ എരിയാതെ നോക്കിക്കോ ഒന്ന്. കാര്യമായിട്ട് നമ്മളിത് പറിക്കാൻ വന്നപ്പോൾ തുടങ്ങിയത് കൂടെ തന്നെ ഉണ്ട് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ഭാഗത്ത്
ഫുള്ള് പച്ചയാണ്. അതാണ് നമ്മുടെ ഒരു സേഫ്. പിന്നെ നമ്മുടെ നോട്ടം എപ്പോഴും ഉണ്ടല്ലോ അവളുടെ അടുത്ത്. നമ്മൾ ഈ ഒരു കാന്താരി ചെടിയത്തെ ഒരു ഓൾമോസ്റ്റ് എല്ലാം നമ്മളിതാ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെടി കൂടി താഴെ പറിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് പറിക്കാന്ന് വെച്ചാൽ അപ്പം നന്നായിട്ട് മൂത്ത് മാത്രം നമ്മളിപ്പോൾ പറിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നീടാണെങ്കിൽ വന്ന് പറിക്കാമല്ലോ. അതേപോലെ തന്നെ ഈ കാന്താരി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒക്കെ കുറയുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യം അറിയില്ല. എന്തായാലും കാന്താരിയൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളാൽ സമൃദ്ധമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ അത്യാവശ്യമുള്ള കാന്താരിയുടെ ചൂടൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവാറുണ്ട്. നാനേ ഉള്ളതുകൊണ്ടാട്ടോ ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് കാന്താരി കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലൊന്നും ഉണ്ടാവാറില്ല. മണ്ണിങ്ങനെ നനയും തോറും ആ ഒരു വിത്തൊക്കെ വീണിട്ട് അങ്ങനെ പൊട്ടി മുളയ്ക്കുന്ന കേട്ടോ ഇതൊക്കെ. നമുക്ക് ആവശ്യമായിട്ടുള്ള കാന്താരിയൊക്കെ വെച്ച് നമ്മളിത് അവിടെ നിന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുക. അടുത്തതാ ഇത്രയും കാന്താരി കേട്ടോ പച്ചയും പഴുത്തൊക്കെ ആയിട്ട് നന്നായിട്ട് മൂത്ത് വളർന്ന് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ധാരാളം കേട്ടോ. കാരണം ഒരുപാട് നല്ല എരിവുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് നാളുണ്ടാവും ഈ ഒരു കാന്താരി. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതിൽ തൊട്ട് താഴെയായിട്ട് ഒരുപാട് നമ്മുടെ കപ്പയാണ് നട്ടു കൊടുത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കപ്പയൊക്കെ നമ്മൾ നേരത്തെ നട്ടിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ വേണ്ടി വരട്ടെ. അപ്പോൾ ആ ഒരു കപ്പയൊക്കെ അപ്പോൾ നമുക്ക് വിളവെടുക്കേണ്ട ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പന്നിയുടെ പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ഏരിയയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ചേമ്പായാലും അതുപോലെ തന്നെ കപ്പയായാലും ഒക്കെ എന്ത് നട്ടു കഴിഞ്ഞാൽ പകുതി നമ്മുടെ പന്നിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും ഇതാ ഇപ്പോൾ കുറച്ച് മരടൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ കൂടെയൊക്കെ. അപ്പോൾ നമുക്കൊന്ന് മാന്തി നോക്കാം. അപ്പോൾ എന്തായാലും ഒരു ചോട് നോക്കിയിട്ട് നമുക്കൊന്ന് മാന്തി നോക്കാം. എത്രത്തോളം കിഴങ്ങുണ്ടെന്നൊക്കെ നമുക്ക് മാന്തിയിട്ട് നോക്കി നോക്കാം. ചോടൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മളിതാ കാടും കാര്യങ്ങളൊക്കെ കളി നന്നായിട്ട് തെളിച്ച് സെറ്റാക്കി നിർത്തിയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ വന്നിട്ട് കപ്പ പറിക്കാനായാലും എന്തെങ്കിലും ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. മാത്രമല്ല കപ്പ ഇപ്പം നമുക്ക് വിളവെടുക്കാൻ പാകമായി എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ തെളിവുകൾ അവിടെ നോക്കി നന്നായിട്ട് നോക്കി കായ്കൾ ഇങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ ഫുള്ള് പൂത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൂക്ക് ഫുള്ള് നന്നായിട്ട് കായായി മാറിയിട്ടുണ്ട്. ആ അവസ്ഥയ്ക്ക് നമുക്ക് എന്തായാലും ഒന്ന് മാന്തി വെക്കാം. നമ്മുടെ ആവണിക്കുട്ടി ഇതാ ഉണ്ട് കേട്ടോ. അവിടെ ഏത് ചോടാണോ പോയി മാന്തുന്നത്. നല്ല ചുമന്ന മണ്ണാട്ടോ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ടുള്ളത്. കപ്പയുടെ ഈ ഒരു തണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. ചെറിയ കപ്പത്തണ്ടുകളാണോ നമ്മളിവിടെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ ആ ഒരു കിഴങ്ങൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തണ്ടുണ്ടാവില്ല ആ ഒരു തണ്ട് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ പറിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കിഴങ്ങിന് ഇടയിൽ ഉണ്ടാവാറുള്ളത്. തന്നെ ആ ഒരു മേൽഭാഗത്തുള്ള മണ്ണൊക്കെ അത്യാവശ്യം നന്നായിട്ട് നടന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ കൈ വെച്ചിട്ട് ഇതാക്കിയാൽ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല അടിയിലേക്ക് പോയതുകൊണ്ട് നമ്മൾ ആവണിക്കൂടി ഇടയ്ക്ക് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടിയിലേക്ക് പോയതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് മാത്രം മാന്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ടാസ്ക്കുള്ളൊരു പരിപാടിയാകും. അതുകൊണ്ട് തന്നെ ഞാനിതാ ഒരു നല്ല സ്ട്രോങ് ആയിട്ടൊരു കമ്പനി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കപ്പ മാന്താം. കപ്പയുണ്ടോ നോക്കാം. അതിൽ മണ്ണ് നല്ല പൊടി ആയതുകൊണ്ട് നമുക്കിങ്ങനെ വേറെ ആയുധങ്ങൾ അങ്ങനെ സംഭവമൊന്നും വേണ്ട. ഈ ഒരു കമ്പ് തന്നെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാന്തി എടുക്കാൻ വേണ്ടി പറ്റുമേ. കത്തി വേണ്ട, കൈമുറിയും. ഇതാ അവനെക്കുട്ടി കപ്പ ഇതാ നമ്മളിങ്ങനെ കുറച്ച് മാന്തോറും അവർ കപ്പക്കിഴങ്ങ് ഇതാ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നോക്കി ഇവിടെ ഒരാൾ താഴേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടോ. ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് തൂമ്പിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ മണ്ണ് ഇതാ ഈ ഒരു ലെവലിലാട്ടോ പൊടി മണ്ണാണ്. പിന്നെ കുറച്ച് സ്ട്രോങ് ഉണ്ട് കേട്ടോ മണ്ണ്. പിന്നെ പൊടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ മാന്തുന്നതിൻ്റെ ഇടയിൽ കൂടെ. കപ്പക്കിഴങ്ങാണോ? അല്ല, കപ്പ ഒരെണ്ണം കണ്ടുപിട്ടി ഞങ്ങൾ. ഒന്നല്ല, നമ്മൾ രണ്ടാമത്തെയും ഇതാ ഇവിടെ രണ്ടല്ല മൂന്നാമത്തെ കിഴങ്ങ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ മൂന്നാമത്തെ കിഴങ്ങ് എവിടെയാണ് കുട്ടി? ഇതാ 1 2 3. പിന്നെ ഒരു കപ്പയായാലും ഒരുപാട് വേവൊന്നുമില്ല. അതുപോലെ തന്നെ പുഴുങ്ങിയത് നല്ല നല്ല പൊടിയായിട്ടുള്ളൊരു കപ്പയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനൊക്കെ ആയാലും. മാന്തിപ്പോൾ നമ്മൾ ചുറ്റും അത്യാവശ്യം നന്നായിട്ട് മാന്തിയിട്ടുണ്ട്. ഇനി നമുക്കിതാ കൈ വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ അത് എവിടെയും പൊട്ടാതെ കേട്ടോ, പൊട്ടുന്നൊരു സൗണ്ടോ കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും മണ്ണ് അത്യാവശ്യം പൊടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ കുഴിച്ച് കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. ഒരു ചുവട് നമ്മൾ പുഴയ്ക്ക് പറ്റുന്നതാ. ഇത്രയും കിഴങ്ങുണ്ട് കേട്ടോ കപ്പിൽ. അത്യാവശ്യം കിഴങ്ങൊക്കെ ആയിട്ട് നന്നായിട്ട് മൂത്തി വളർന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തണ്ടെന്ന് കെട്ടിക്കളയാം. നമുക്കിതിൻ്റെ കമ്പുകൾ കുറച്ച് ഒന്ന് കോതി മാറ്റാം. അതേപോലെ തന്നെ ഈ കമ്പുകളൊക്കെ നമുക്ക് നട്ടു കൊടുക്കാം. അതായത് ഈ വെട്ടുന്ന ഈ ഭാഗമല്ല, ഈ ഒരു ഇവിടെ താഴേക്കുള്ള ഇത്രയും പീസുണ്ട്. ഇതൊക്കെ നമുക്ക് മുറിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് നട്ടു കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് കപ്പ വെട്ടനെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. കപ്പ 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 കിട്ടിയോ പാവേ? സന്തോഷായോ? ഇതാ കപ്പ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗമാണ് നട്ടു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഭാഗം വെട്ടുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് വെട്ടണം. കാരണം ഓരോ കാര്യങ്ങളൊന്നും പോകാതെ സേഫായിട്ട് വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് നടാൻ വേണ്ടി പറ്റും. അടുത്ത കൈസാ നമ്മൾ ഇപ്പോൾ പറിച്ചെടുത്തുള്ള ഒരു കപ്പയുടെ തണ്ടിടില്ല. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തിനൊക്കെ ചെറിയ ചെറിയ മുളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇത് നട്ടു കൊടുത്തേക്ക് നന്നായിട്ട് പിടിക്കുകയും കൂടി ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടെ കാലങ്ങളായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തത് ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ആ ഒരു കപ്പയുടെ തണ്ടിടില്ല. അപ്പോൾ ആ ഒരു തണ്ടരെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അതേപോലെ തന്നെ കപ്പ കാന്താരി, അതുപോലെ തന്നെ കപ്പ മീൻകറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒരു വല്ലാത്തൊരു ഹരം തന്നെ ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു കപ്പ വെച്ചിട്ട് എന്തായാലും നമുക്ക് കാന്താരിയൊക്കെ പിടിച്ച് പിന്നെ മീൻകറിയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് നമുക്ക് കഴുകി നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിലേക്കൊക്കെ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയുടെ കാണുന്നത്. ബൈ.